എന്നാലെങ്കിൽ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ ഒന്നിച്ച് നടക്കാനിരിക്കെ ആന്ധ്രയില് അതീവ നിർണായക നീക്കം നടത്തുകയാണ് ജഗൻമോഹൻ റെഡ്ഡി. സമഗ്ര ജാതി സെൻസസ് നടപടികൾ ഇന്ന് തുടങ്ങാനാണ് ആന്ധ്ര സർക്കാരിന്റെ ഒരുക്കം. ഗ്രാമ സെക്രട്ടേറിയറ്റ് സംവിധാനം പൂർണ്ണമായും ഉപയോഗിച്ചാകും ഈ സെൻസസ് വിവരശേഖരണം. ഇതിനായി സന്നദ്ധ പ്രവർത്തകരെയും നിയമിക്കാനാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത്. കെ ബി ശ്രീധരനുണ്ട് നമുക്കൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങളും ഒക്കെയായിട്ട്. ശ്രീധരൻ, ഈ സെൻസസ് നടപടികളൊക്കെ എപ്പോൾ തുടങ്ങാനാണ് നിലവിൽ ആന്ധ്ര സർക്കാരിന്റെ നീക്കം? ഒപ്പം തന്നെ ഗ്രാമ സെക്രട്ടേറിയറ്റ് സംവിധാനം പൂർണ്ണമായും ഉപയോഗിക്കും എന്നും പറയപ്പെടുന്നു. എങ്ങനെയാണ് ഈ നടപടികളൊക്കെ ആന്ധ്ര സർക്കാർ നടത്തുന്നത്? ഇന്ന് ആന്ധ്രാപ്രദേശിൽ 108 അടി ഉയരമുള്ള BR അംബേദ്കറിന്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് ജഗൻമോഹൻ സർക്കാരിന്റെ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതായത് ജാതി സെൻസസ് നടപ്പാക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു. ഇതിനായി താഴെ തട്ടിലുള്ള ഗ്രാമ സെക്രട്ടേറിയറ്റ് തലത്തിൽ ആളുകളെ നിയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിവരങ്ങൾ ശേഖരിക്കുക. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ BJP സർക്കാർ ജാതി സെൻസസിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് സമീപകാലത്തൊക്കെ എടുത്തിരിക്കുന്നത്. അവരുടെ പ്രഖ്യാപിത നയത്തിൽ അവർ നേരത്തെ തന്നെ ജാതി സെൻസസ് നടത്തുമെന്ന് പറയുമ്പോൾ പോലും അതിലേക്കുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറുവശത്ത് കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ ആളുകളും മറ്റു പാർട്ടികളും എല്ലാം തന്നെ ജാതി സെൻസസ് നടത്തണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇക്കാര്യങ്ങളിൽ കൂടുതൽ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലും, അതായത് പലപ്പോഴും കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന YSRCP സർക്കാർ ഈ ജാതി സെൻസസ് നടപ്പാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാർ ഇത് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കാത്തിരുന്നതെന്നാണ് ജഗൻമോഹൻ പറയുന്നത്. ഏതായാലും ആ നടപടി ഇല്ലാത്തതോടുകൂടിയാണ് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ ജാതി സെൻസസ് നടത്താനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ ആളുകൾ, അതായത് പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടെ ദളിത് വിഭാഗങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡി ചെറുതെങ്കിലും ഒരു വെല്ലുവിളി TDPയുടെ ഭാഗത്ത് നിന്ന്, ചന്ദ്രബാബു നായിഡുവിന്റെ ഭാഗത്ത് നിന്ന് നേരിടുന്നുണ്ട്. ഏതായാലും അതിനെ അതിജീവിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ ദളിത് വിഭാഗങ്ങളുടെ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒക്കെ ഒരു പിന്തുണ ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ ജാതി സെൻസസിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഏതായാലും സെൻസസ് നടപടികളുമായി മുന്നോട്ട് പോകാനാണ് YSRCPയുടെ തീരുമാനം.